എൻ്റെ ഒരു ചെറിയ തോട്ടമാണ് കേട്ടോ. അത് കറിവേപ്പില നിൽക്കുന്നുണ്ടോ? ഇച്ചിരി ചെറിയൊരു സ്ഥലത്ത് ഇങ്ങനെ വെച്ചേക്കുകയാണ് കേട്ടോ. ഒരു ജനലിൻ്റെ തട്ടയിൽ അത്രയേ ഉള്ളൂ. ചെറിയൊരു കറിവേപ്പില, പിന്നെ ചെറിയൊരു മണി പ്ലാന്റ്, നമ്മളെ കൃഷ്ണ തുളസി, പിന്നെ വേറൊരു സംഭവം ഞാൻ കൊല്ലത്തോട്ട് വന്നപ്പോൾ ഒരു ആമ്പലിൻ്റെ തൈ കൊണ്ടുവന്നു. അതിപ്പോൾ കിളിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചേക്കുക. കണ്ടില്ലേ? ഇതാണ് എൻ്റെ ചെറിയ തോട്ടം. പിന്നെ ഇച്ചിരി കൂടെ വലിയ തോട്ടം ഇപ്പോഴത്തെ റൂമിൻ്റെ അപ്പുറത്തുണ്ട്. എന്നാലും ഇതിപ്പോൾ അടുക്കളയിലോട് ചെറിയൊരു ജനലിൻ്റെ അടുത്ത് ഞാൻ ചെയ്തതാണ്. കുറേ ഉണ്ടായിരുന്നു, എല്ലാം നഷ്ടപ്പെട്ടു. ഇവിടെ പെയിൻ്റ് അടിയൊക്കെ വന്നപ്പോൾ എല്ലാം വാരിക്കളയേണ്ടി വന്നു. ഇഷ്ടംപോലെ കാന്താരി മുളകും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കൃഷ്ണ തുളസിയൊക്കെ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇന്ന് ഞാൻ വീഡിയോസ് ഇട്ട് പാചകവും അതൊന്നും പാചകം ചെയ്ത് വെച്ചേക്കുന്ന കുറച്ച് സാധനങ്ങൾ ഉച്ചയ്ക്ക് ഉണ്ണാറായല്ലോ, ആ സംഭവങ്ങൾ ഞാൻ കാണിച്ചുതരാം. എന്തൊക്കെയാണ് ഇന്ന് ഞാൻ ഒരുക്കിയത്. ഇന്ന് മാത്രമല്ല, എല്ലാ ദിവസവും ഇങ്ങനെയൊക്കെ തന്നെയാണ് വയ്ക്കുന്നത് കേട്ടോ. കാണിച്ചു തരാം. ഇതേ ചോറ്, ഞങ്ങൾ 2 പേരെ ഉള്ളതുകൊണ്ട് കുറച്ച് ചോറ് മതി. ചോറ്, ഇത് വാഴപ്പിണ്ടി തോരനാണ്. കണ്ടില്ലേ? വാഴപ്പിണ്ടി തോരൻ, ഇതൊരു തോരൻ. ഇത് നമ്മളെ ചൗ തോരനാണ്. രണ്ടും ഒരേ കണക്കിരിക്കുന്നില്ലേ? എന്നാലും രണ്ടും വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. നല്ല രസം. ഇത് നല്ല തോരനായത്. പിന്നെ ക്യാബേജ് വിഴുക്ക് വരട്ടിയത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ മത്തങ്ങ കറി. മത്തങ്ങ തേങ്ങയൊക്കെ ഇട്ട് മത്തങ്ങ കറി നല്ല രുചിയാണ് കേട്ടോ. ഇത് ഉണ്ടാക്കി നോക്കണം. തേങ്ങ കുത്തിയിടണം കേട്ടോ, അല്ലെങ്കിൽ തേങ്ങ വറുത്തിടണം. തേങ്ങ കൊത്തിയിടാതെ നമ്മുടെ മീനൊക്കെ തേങ്ങ വറുത്തരയ്ക്കുമല്ലോ, അത് കണക്ക് അരച്ചാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ അതിന് ശേഷം മീൻകറി ഉണ്ടല്ലോ. ഇവിടെ എരിയൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് എരിയൊക്കെ കുറച്ചുള്ള കറിയാണ് കേട്ടോ. മീൻകറി. ഇത്രയും സാധനമാണ് ഇന്നത്തെ ഇവിടുത്തെ ഉച്ചഭക്ഷണത്തിനുള്ള സാധനങ്ങൾ. മീൻകറി, മത്തങ്ങാക്കറി, ഇത് എന്തൊരു പേര്, പിണ്ടിത്തോരൻ, ഇത് ചൗ തോരൻ, ഈ ക്യാബേജ് ഉരുക്ക് വരട്ടിയത്, പിന്നെന്ന് പറയാൻ പപ്പടം ഇങ്ങനെ വറുത്ത് ഇങ്ങനെ കുറച്ച് വെച്ചേക്കുക. കണ്ടില്ലേ? അത്, പിന്നെ ചോറ്. ഓക്കെ, ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത ദിവസം ഞാനൊരു വീഡിയോ കാണിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. എല്ലാവരും ഭക്ഷണം കഴിച്ചല്ലോ. ഞങ്ങളിപ്പം കഴിക്കാൻ പോകുന്നു. ഓക്കെ, നമുക്കിതുകൊണ്ട് നിർത്താം. ഇഷ്ടപ്പെട്ടോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ദിവസം കാണാം. അടുത്ത ദിവസം ഒരു റെസിപ്പിയായിട്ട് കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാം. മുരളിച്ചേട്ടനെ വിളിക്കട്ടു, ഇപ്പം കഴിക്കാം. 2 പ്രാവശ്യം വന്ന് ചോദിച്ചു. ഇതെല്ലാം റെഡിയാക്കി വെച്ചെങ്കിലും ഫ്രൂട്ട്സൊക്കെ കഴിച്ചുകൊണ്ട് വിശപ്പ് കാണത്തില്ലെന്ന് വിചാരിച്ചു. ഇപ്പം വന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ തരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ മുരളിച്ചേട്ടന് ചോറ് കൊടുക്കട്ടെ. ഓക്കെ, താങ്ക് യു. എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ.